50-നെക്കുറിച്ച് 300-ഓളം പരാമർശങ്ങൾ തിരുവെഴുത്തുകളിലുണ്ട്. എബ്രായ ഭാഷയിൽ ഹമിഷീം എന്നും ഗ്രീക്കിൽ പെൻറ്റാക്കോണ്ട എന്നും പറയും. വിടുതലിൻ്റെ സംഖ്യയാണ് 50. യോബേൽ സംവത്സരവും പെന്തക്കോസ്തും പ്രസ്തുത നിഗമനത്തിന് മതിയായ തെളിവുകളാണ്. 50-ാമത്തെ എന്നത്രേ പെന്തക്കോസ്തിൻ്റെ അർത്ഥം. 1-ാം മാസം അഥവാ ആബീബ് മാസം 14-ാം തീയതി പെസഹ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 16-ാം തീയതി ശബത്ത്, ശബത്തിൻ്റെ അടുത്ത ദിവസം അഥവാ ഞായറാഴ്ച ആദ്യ ഫലപ്പെരുന്നാൾ, അന്നു മുതൽ 50-ാം ദിവസം പെന്തക്കോസ്ത്. ലേവ്യ പുസ്തകം 23:15. മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാം ദിവസമായിരുന്നു പരിശുദ്ധാത്മാവ് വന്നതും സഭയുടെ രൂപീകരണം ആരംഭിച്ചതും. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ 50-ാം വർഷം യോബേൽ സംവത്സരമാണ്. മോചനത്തിൻ്റെയും മടങ്ങിവരവിൻ്റെയും വർഷമാണത്. യോശുവ ഇസ്രായേൽ മക്കളെ കനാനിൽ പ്രവേശിപ്പിച്ച ശേഷം ദേശം 12 ഗോത്രങ്ങൾക്കും കുടുംബമായി ഭാഗിച്ചു കൊടുത്തു. പ്രസ്തുത അവകാശം ഇസ്രായേലിന് ദൈവത്തെ അനുസരിക്കുന്നിടത്തോളം എന്നേക്കുമുള്ളതായിരുന്നു. തന്മൂലം നിലത്തിൻ്റെ ജന്മാവകാശം വിൽക്കുവാൻ പാടില്ല. ദാരിദ്ര്യ നിമിത്തം വിറ്റാൽ തന്നെയും അത് നിത്യമല്ല. യോബേൽ സംവത്സരത്തിൽ പ്രസ്തുത നിലം വിറ്റവന് മടക്കി കൊടുക്കേണ്ടതാണ്. എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയ യോബേൽ സംവത്സരം വരെ വാങ്ങിയവൻ്റെ കയ്യിൽ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞുകൊടുക്കുകയും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. ലേവ്യ പുസ്തകം 25:28. ദാരിദ്ര്യ നിമിത്തം സ്വയം വിൽക്കുന്ന മനുഷ്യനും നിയമം ഇതുതന്നെയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 47 മുതൽ 55 വരെ. ഉൽപ്പത്തി 18-ൽ യഹോവ അബ്രഹാമിനെ സന്ദർശിച്ചു. അബ്രഹാം സോദോമിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? ഉൽപ്പത്തി 18:24. യഹൂദ വംശത്തെ ഒടുക്കുന്നതിന് ഹാമാൻ ഗൂഢാലോചന നടത്തി. മൊർദെഖായിയെ തൂക്കിക്കൊല്ലുന്നതിന് ഹാമാൻ നിർമ്മിച്ച കഴുകുമരത്തിൻ്റെ ഉയരം 50 മുഴമായിരുന്നു. എന്നാൽ ഹാമാൻ നിർമ്മിച്ച കഴുകുമരത്തിൽ അവനെ തന്നെ തൂക്കിക്കൊന്നു. എസ്തേർ 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഹാമാൻ നിർമ്മിച്ച 50 മുഴം ഉയരമുള്ള കഴുകുമരം ഇങ്ങനെ യഹൂദൻ്റെ വിടുതലിന് കാരണമായി തീർന്നു. നോഹയുടെ പെട്ടകത്തിൻ്റെ വീതി 50 മുഴമായിരുന്നു. ക്രിസ്തുവിന് നിഴലാണ് പെട്ടകം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷ ലഭ്യമാകുന്നത് പോലെ നോഹയെ വിശ്വസിച്ചവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ ആ പെട്ടകം പര്യാപ്തമായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ മൂടുശീലയുടെ വിളിമ്പിൽ നിർമ്മിക്കേണ്ട കണ്ണികളുടെ എണ്ണവും 50 പുറപ്പാട് 26:5. സ്വർണ്ണക്കൊളുത്തിൻ്റെ എണ്ണവും 50 തന്നെ. പുറപ്പാട് 26:6. തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതി 50 മുഴവും കിഴക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതി 50 മുഴവുമാണ്. പുറപ്പാട് 27:13. ശലോമോൻ നിർമ്മിച്ച അരമനയുടെ വീതി 50 മുഴവും സ്തംഭമണ്ഡപത്തിൻ്റെ നീളം 50 മുഴവും ആയിരുന്നു. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 2-ാം വാക്യം, 1 രാജാക്കന്മാർ 7-ാം അധ്യായം 6-ാം വാക്യം. ആഹാബിൻ്റെ കാലത്ത് ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ആഹാബിൻ്റെ ഗൃഹവിചാരകനായ ഒബദ്യാവ് ഓരോ ഗുഹയിലും 50 വീതം 100 പ്രവാചകന്മാരെ കൊണ്ടുപോയി ഒളിപ്പിച്ചു. 1 രാജാക്കന്മാർ 18:4-13 വാക്യങ്ങൾ. ആഖാൻ കൊള്ളയിൽ നിന്നെടുത്ത് ഒളിച്ച് കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ട പൊൻകട്ടിയുടെ തൂക്കം 50 ശേക്കലാണ്. യോശുവ 7-ാം അധ്യായം 21-ാം വാക്യം. വിവാഹ നിശ്ചയം കഴിയാത്ത കന്യകയായ യുവതിയോട് ശയിക്കുന്ന പുരുഷൻ യുവതിയുടെ അപ്പന് കൊടുക്കേണ്ട ശിക്ഷാദ്രവ്യം 50 വെള്ളിക്കാശാണ്. ആവർത്തന പുസ്തകം 22:29.